ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം വിശുദ്ധീകരണം അല്ലെങ്കിൽ സാന്റിഫിക്കേഷൻ എന്നുള്ളൊരു പദമാണ് ഈ ദിവസങ്ങളിൽ പ്രഭാത വചന സന്ദേശമായി പഠിക്കുന്നത്. ഒരു വാക്യം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്യമായി വെളിപ്പെടുവാൻ വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. വിശുദ്ധീകരണം എന്നുള്ള പഠനം നാം തുടരുകയാണ്. ദൈവദിനം സമ്പൂർണ്ണമായ വിശുദ്ധീകരണം പ്രാപിക്കുന്നത് കർത്താവിന്റെ വരവോടുകൂടിയാണ്. എന്നാൽ ഈ വർത്തമാനകാല ജീവിതത്തിൽ എപ്രകാരമാണ് ഒരു വിശുദ്ധിയിൽ നിലനിൽക്കുവാനും തുടരുവാനും നമുക്ക് കഴിയുന്നു എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വിശുദ്ധീകരണത്തിൽ സഭയുടെ ഏറ്റവും വലിയ പ്രാധാന്യത അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ ഒരുക്കവും നിർമ്മലതയും അതിന്റെ പവിത്രതയും പ്രഘോഷിക്കുന്ന മണവാട്ടിയുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് പുതിയ നിയമത്തിലെ ഏക പ്രബന്ധന പുസ്തകമായ വെളിപ്പാട് പുസ്തകം. അവിടെ ആത്മാവ് പറയുന്നത് ജയാളികൾ എന്നാണ്. ജയാളികൾ, ജയിച്ചവർ. ആരാണ് ഈ ജയിച്ചവർ? പുതിയ നിയമം പഠിക്കുമ്പോൾ സുവിശേഷം വിശ്വാസത്തിന് പ്രാധാന്യം നൽകും. യേശു കർത്താവ് ആരെ സമീപിച്ചപ്പോഴും അല്ലെങ്കിൽ ആരെ യേശുവിലേക്ക് വന്നപ്പോഴും നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ വിശ്വാസത്തിൻ്റെതായിരുന്നു. കനാന സ്ത്രീയോട് 12 വർഷം രോഗിയായി തീർന്ന രക്തസ്രവക്കരി സ്ത്രീയോട്, യായിറോസിനോട്, ശതാധിപനോട്, രാജവൃത്തിനോട് എല്ലാം വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ലേഖനങ്ങളിലേക്ക് വന്നപ്പോൾ വീണ്ടും അടുത്തൊരു വിഷയത്തിന് ഊന്നൽ നൽകി. അത് ജീവിതം, ലൈഫ്. അതോടാണ് എബ്രായ ലേഖനത്തിലും റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലുമെല്ലാം ഒരു വാക്യം ആവർത്തിച്ച് കാണുന്നു: എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സുവിശേഷം വിശ്വാസത്തിനും ലേഖനങ്ങൾ ജീവിതത്തിനും പ്രാധാന്യം നൽകി. ജീവിതം എന്ന് പറയുമ്പോൾ സാക്ഷ്യം, ധാർമ്മികത, നീതിബോധം, ജീവിത മാതൃക, നമ്മുടെ വിശുദ്ധി, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആത്മീയ അനുഭവം. കാരണം നമ്മുടെ ഭൗതിക ലോകം നമ്മെ വീക്ഷിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തോട് നൽകുന്ന അവന്റെ ടെസ്റ്റിമണി, സാക്ഷ്യം, അതിനെ ലേഖനങ്ങൾ കൂടുതൽ പ്രബോധനങ്ങൾ നൽകും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ അവിടെ സംഭവിക്കുന്നത് വിശ്വാസത്തിന് പ്രാധാന്യമില്ലെന്നല്ല, ജീവിതത്തിന് പ്രാധാന്യമില്ലെന്നല്ല, അവിടെ കുഞ്ഞാടിനോട് കൂടെ ഉള്ളത് എപ്പോഴും ജയിക്കുന്നവരാണ്, ജയാളികളാണ്. ആരെ ജയിച്ച കാര്യമാണ്? അത് ലോകത്തെയും പാപത്തെയും പിശാചിനെയൊക്കെ ജയിച്ച വിശുദ്ധന്മാർ, വിശ്വസ്തന്മാർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുന്നത്. അതാണ് മണവാട്ടി സഭ. ലോകത്താലുള്ള കളങ്കം പറ്റാത്തവർ, തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ ചോരയാൽ കഴുകി വെടുപ്പാക്കിയവർ, അപ്പോൾ തന്നെ ഈ ലോകത്തിന്റെ അശുദ്ധി ജീവിതത്തിൽ ഉണ്ടാകാതെ ജീവിതം സൂക്ഷിച്ചവർ, ലോകത്തിന്റെ ഓരങ്ങളിൽ ചേർന്ന് നടക്കാതെ വിശ്വാസ ജീവിതത്തിന്റെ ഒറ്റയടി പാതകളിൽ ദൈവദിനം മുറുകെ പിടിച്ച് ആത്മീയ അനുഭവങ്ങളിൽ അവർ ജീവിതം സൂക്ഷിച്ചവർ. അവരാണ് മണവാട്ടി, അവരാണ് ക്രിസ്തുവിന്റെ കാന്ത, അവരാണ് നിർമ്മല കന്യക. അവരെ കുറിച്ചാണ് പറയുന്നത് അവർ തേജസ്സിന്റെ സമൂഹമാണ്, മഹത്വത്തിൽ ജീവിച്ചവരാണ്. ആകയാൽ ഈ പഠനങ്ങൾ നമ്മുടെ ആത്മീയ ദാഹം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ ഉപകരിക്കും. അതുകൊണ്ട് ഇന്നലെ നാം ചിന്തിച്ച പോലെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുവദിക്കുക മാത്രം ചെയ്യുക, അവനെ വിട്ടു പോകരുത്. കർത്താവിൽ നിന്ന് ഒരിക്കലും ദൂരമേ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിലേക്ക് നിങ്ങൾ പോകുവാൻ ഇടവരരുത്. ക്രിസ്തുവിൽ വസിക്കുക, എബൈഡ് ഇൻ ക്രൈസ്റ്റ്, വസിക്കുക. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിപ്പി. അപ്പോൾ തന്നെ അനുസരിക്കുക. ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക. ആത്മാവിനെ അനുസരിക്കുന്നിടത്താണ് പാപത്തിന്റെയും മോഹത്തിന്റെയും ജഡത്തിന്റെ ഇഷ്ടങ്ങളുടെയും ലൗകിക താല്പര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളും സ്വാധീനങ്ങളും ഇല്ലാതാകുന്നത്. പ്രിയരെ, അതുകൊണ്ട് ഒരു വിശ്വാസി തെറ്റിപ്പോകാവുന്ന സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നാം അറിയുന്നു. ലോകം, ജഡം, പിശാച് എന്നിവ അവനെ വീഴ്ത്തേണ്ടതിന് അശ്രാന്തം അല്ലെങ്കിൽ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസിയുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അന്യമായി വെളിപ്പെടണം. അതാണ് നാം വായിച്ച 1 തെസ്സലോനിക്കർ 5:23. ഇവയിൽ ദേഹത്തിനെതിരെ ജഡവും, പ്രാണന് അഥവാ ദേഹിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിചാര വികാരങ്ങൾക്ക് എതിരെ ലോകവും, ആത്മാവിനെതിരെ പിശാചും അഹോരാത്രം അടരാടിക്കൊണ്ടിരിക്കുകയാണ്. നാം നിതാന്ത ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ വിശ്വാസി പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ഈ തിരുസന്നിധി എന്നുള്ള പ്രഭാത സന്ദേശത്തിൽ ഞാൻ ഊന്നൽ നൽകുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും. ഏത്? നിങ്ങളുടെ ആത്മാവിലും പ്രാണനിലും, അപ്പോൾ തന്നെ ദേഹം. ഈ 3 വിധ മേഖലകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന വിശുദ്ധീകരണം നൽകി നമ്മെ വെടിപ്പുള്ളവരാക്കി സത്യത്തിൽ നിലനിർത്തുവാൻ, വചനത്തിൽ നിലനിർത്തുവാൻ, ക്രിസ്തുവിൽ വേരൂന്നുവാൻ നിങ്ങളെ സഹായിക്കുന്നത് കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവാണെങ്കിൽ തികയ്ക്കുന്നതും കർത്താവാണ്. കർത്താവ് തികയ്ക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 13-ാമത്തെ വാക്യം, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിവർത്തനം, രൂപാന്തരം വരുത്തുന്നത്. അതുകൊണ്ട് ഈ ദിവസം നാം ചിന്തിച്ച എബ്രായ ലേഖനം 10:10, 10:14 ചിന്തകൾ നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ദൂതാണ് ഇപ്പോൾ ഇവിടെ പങ്കുവെക്കുന്നത്.
എബ്രായ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ 26-ാമത്തെ വാക്യം അവിടെ ഒരിക്കൽ എന്നൊരു പദം കാണുന്നു. യേശു തന്റെ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. 24-ാമത്തെ വാക്യം ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ഇപ്പോൾ 26-ാമത്തെ വാക്യം ഒരിക്കൽ, 24-ാമത്തെ വാക്യം ഇപ്പോൾ. ഇപ്പോൾ കർത്താവ് ചെയ്യുന്ന മഹാപൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. എന്താണ്? പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്റെ കാര്യസ്ഥനാണ്, അഡ്വക്കേറ്റ് ആണ്. എന്റെ പക്ഷം പിടിച്ച് വാദിക്കുന്നു. എന്നെ നീതീകരിച്ചതാണെന്ന് നിയമരക്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ട് എന്റെ വീണ്ടെടുപ്പിനെ ഒരിക്കൽ കൂടെ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന കർത്താവ് എന്റെ നീതീകരണത്തെ വെളിപ്പെടുത്തുന്നു. ഞാൻ ദൈവവൈതലാണെന്ന് സധൈര്യം പ്രഖ്യാപിക്കുന്നു. പുത്രൻ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങൾ അവഗണിക്കരുത്. പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥ അണയ്ക്കുന്നു, കാര്യസ്ഥനാണ്. വലിയൊരു പഠന മേഖലയാണ്. ഈ ഭൂമിയിൽ വെച്ച് ശീമോൻ പത്രോസ് പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, സാത്താൻ വന്ന് തന്നെ പാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ശീമോന്റെ പേര് പറഞ്ഞ് കർത്താവ് പക്ഷപാതം ചെയ്തു. എനിക്ക് വേണ്ടി നല്ലൊരു ഇന്റർസെസർ. ഇനി നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവൻ, അപ്പോൾ തന്നെ നല്ലൊരു മീഡിയേറ്റർ, മധ്യസ്ഥൻ. രണ്ടുപേർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. സ്തോത്രം. ഈ വെളിപ്പാടുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ മാറ്റും. നിങ്ങൾ വിശ്വത്തിൽ വളരും. നിങ്ങൾ വിശ്വസ്തരായ കർത്താവിന് വേണ്ടി നിൽക്കും. ഇനി അടുത്ത പാപം ഞാൻ എപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റബോധത്തിൽ കഴിയുകയല്ല. പാപം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങളിൽ ക്രിസ്തുവുമായി നിങ്ങൾ ആ ഒരു ഫെലോഷിപ്പ്, ഈ കൂട്ടായ്മ ബന്ധത്തിൽ ഒരിക്കലും നിങ്ങൾ അകന്നു പോകുകയില്ല. ഇനിയും കർത്താവിനെ വിട്ടിട്ട് ലോകത്തിന് പിന്നാലെ, ജഡിക സുഖങ്ങളുടെ പിന്നാലെ, താൽക്കാലിക മോഹങ്ങൾക്ക് വേണ്ടി രഹസ്യ പാപങ്ങളിൽ നിങ്ങൾ തുടരുകയും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും പാപത്തിൽ തുടരുവാനോ വസിക്കുവാനോ കഴിയത്തില്ല. ഒന്നുകിൽ ക്രിസ്തു അല്ലെങ്കിൽ ലോകം, ഒന്നുകിൽ ക്രിസ്തുവിന്റെ നീതി അല്ലെങ്കിൽ പാപം. നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? പ്രിയരെ, ദൈവിക വിശുദ്ധി ദൈവത്തിന്റെ ദാനമാണ്. അത് ക്രിസ്തു തന്നെയാണ്. കർത്താവിന്റെ സ്വഭാവമാണ് നിങ്ങളിൽ കൂടി വിശുദ്ധിയായി അതിന്റെ ഫലമായി പുറത്തു വരുന്നത്. അതെ, ആ വിശുദ്ധിയിൽ വസിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.